ഓ, നെവിനെ സപ്പോർട്ട് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നല്ലൊരു പ്ലെയർ ആണ്. നല്ല പ്ലെയറാ, കട്ടിംഗ് പ്ലെയർ ആണ് അവൻ, നല്ല പ്ലെയർ. എന്റെ പൊന്ന് പിന്നിമോളെ, ഔട്ടായി വീട്ടിൽ പോയിട്ട് എപ്പിസോഡ് വല്ലതും കണ്ടിരിക്കുന്ന, വല്ലവരും ഇട്ട റീൽസും കണ്ടിട്ടാണ് ഈ കൊണക്കായിരിക്കുന്നേ. ഇപ്പൊ കറക്റ്റ് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുറത്താവേണ്ട ആള് തന്നെയാണ് പുറത്തായിട്ടുള്ളത് എന്നുള്ളത്. അകത്ത് നിന്നിട്ടും മനസ്സിലായിട്ടില്ല, പുറത്ത് നിന്നിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ നവീൻ എന്ന് പറയുന്ന വ്യക്തിയെ കുട്ടികൾക്ക് പോലും ഇഷ്ടമായിരുന്നു, അവന്റെ വീഡിയോസ് നമുക്ക് കാണിച്ചു കൊടുക്കാനും കഴിഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വൃത്തികേടുകൾ പറയുന്നു, ആഭാസത്തരം കാണുന്നു. ഇത് കാണുന്ന കുട്ടികൾ ചിലപ്പോ ഭാവിയിൽ കളവൊക്കെ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അമ്മാതിരി ആസ്ഥാന ബിഗ് ബോസ് കള്ളനാണ് ആള്. ഒരുപാട് മണ്ടത്തരങ്ങൾ, പോഴത്തരങ്ങൾ, പിന്നെ അലവലാതിത്തരങ്ങൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ ബിന്നി സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്നു. കൊള്ളാം ബിന്നി, കൊള്ളാം. ആരെങ്കിലും എഡിറ്റ് ചെയ്ത വീഡിയോ കാണാതെ ആ ലൈവ് ഒന്ന് വന്ന് കാണണേ. ഞാൻ കാര്യമായിട്ട് പറയാം, 16+ മുകളിൽ എഴുതി വെക്കേണ്ടി വരും, കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ. ഇവനൊക്കെ വരുമ്പോ എന്ത് ഊളത്തരാന്നുള്ളതാ. ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം, ഒരുപാട് ക്ലിപ്പൊന്നും കാണിച്ചു തരില്ല. അതായത് അനുമോള് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള പാവകളിൽ നിന്നും ഒരു പാവ ആള് പതുക്കെ കാലുകൊണ്ട് അടിച്ചു മാറ്റി ഒരൊറ്റപ്പോക്കാണ്. എന്തുകൊണ്ട് ബിഗ് ബോസ് ഇവന്റെ ഈ കള്ളത്തരങ്ങളൊന്നും പുറത്ത് കാണിക്കുന്നില്ല? ഇത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതായത് ആ ബൊമ്മയിൽ നിന്നും കട്ടെടുത്തതും അവന്റെ കൗണ്ടിലേക്ക് കൂട്ടി വെക്കുന്നുണ്ടല്ലോ, അതിനാണ് അവൻ കക്കുന്നത്. നിരന്തരമായിട്ട് പല കാര്യങ്ങളും അവൻ ഇത്തരം ഊളത്തരങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ടാണ് കാണുന്നത് അല്ലെ. പക്ഷെ ഇതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ കുട്ടികൾ പോലും ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് പോലും ഇതൊരു രസകരമായി തോന്നും. മറ്റുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും കക്കാൻ ഇത് പ്രചോദനമാകുന്നു എന്നുള്ളതാണ്. വെറും ലെസ്ബിയൻ കപ്പിൾസിനെ കണ്ട് പ്രചോദനമാവുക മാത്രമല്ലല്ലോ, തെറികൾ പ്രചോദനമാകാം, ഇത്തരം ചില വസ്ത്രധാരണങ്ങൾ, ഇത്തരം കളവുകൾ, ഇതൊക്കെ പ്രചോദനമാകുന്നില്ലേ? ഇവൻ മുന്നേ ഒക്കെ കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിരുന്നു, ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇവനൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഗെയിമിന്റെ അകത്തേക്ക്, അതായത് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിന്റെ ഇടയിൽ അവൻ ആ കയറിന്റെ ഉള്ളിൽ കൂടെ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടില്ലേ? അനുവിനോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ് അത് ചെയ്തതെന്നുള്ളതാണ്. ആ സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ട് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. അബുമ നല്ല വാശിയിലായിരുന്നു, പക്ഷെ ഒന്നും കൊടുക്കേണ്ടതായിരുന്നു. ഓക്കെ, ഇവനെയാണ് അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമിച്ച്. എന്തായാലും ഈ വിഷയത്തിൽ അഖിൽമാരാറ് നെവിനെ കുറിച്ചിട്ട് നല്ല കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് വെക്കുന്നുണ്ടെന്ന് കാണാം. ഇതെങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള അരോചകമായിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ നിവിൻ എന്ന് പറയുന്ന മത്സരത്തിന്റെ ഭാഗത്തുണ്ടാവുന്നത്. എനിക്ക് പൊതുവെ നിവിനെ ആദ്യമേ താല്പര്യമില്ലാത്തൊരു മത്സരത്തിന്, കാരണം അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യന് സഹജീവികളോട് സ്നേഹവും കരുണയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കരുതലും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിപ്പോൾ വേറൊരാളെ ഇനി ഒരു പക്ഷേ സഹായിച്ചില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ആരും ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആകാം എനിക്ക് തുടക്കം മുതലേ നിവിൻ കാണിക്കുന്ന സ്വാർത്ഥത, ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി. തീർച്ചയായിട്ടും അത് കറക്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അയാൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് വേണമെങ്കിൽ പറയാന്നുള്ളതാണ്. ബിഗ് ബോസിലെ ഒരു മലം ഉണ്ടാക്കുന്ന യന്ത്രം മാത്രമാണ് ഇവൻ. അത് കൂടാതെ വിദ്വേഷം ഉണ്ടാക്കുന്നുണ്ട്, വെറുപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് അനാവശ്യങ്ങൾ പറയുന്നുണ്ട്. ആവശ്യമില്ലാതെ പല ആളുകളെയും ഇയാൾ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അനുമോൾ എപ്പോഴും നെവിന്റെ പേര് തന്നെയാണ് നോമിനേഷനിൽ പറയാറ്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അകത്ത് നിൽക്കുന്ന ആളുകൾക്കും ആ വെറുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവനൊക്കെ എങ്ങനെയാണ് ഇത്രയും നാളോടെ പിടിച്ചിരുന്നത്? ഈ ആഴ്ച ഇപ്പൊ ലക്ഷ്മി ഔട്ടാക്കി, അടുത്ത ആഴ്ച ആരെങ്കിലൊക്കെ ഔട്ടാവോ? ഇനി ആരും ഔട്ടാക്കാതെ എല്ലാവർക്കും കൂടെ കപ്പ് കൊടുക്കാനാണോ ലാലേട്ട തീരുമാനം? ഒരു ഡിസർവ് അല്ലാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് നവീന്. പ്രത്യക്ഷത്തിൽ അനുമോളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും പരോക്ഷമായിട്ട് ബാക്കിയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അക്ബറിന്റെ പാവ കട്ടതാണെങ്കിലും അനുമോളുടെ പാവ കട്ടതാണെന്നുണ്ടെങ്കിലും നിരന്തരം ആളുകളെ ഉപദ്രവിക്കുകയും വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുകയും അയാളുടെ ഒരു വല്ലാത്തൊരു മനോവികാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കുഴപ്പം ആൾക്കുണ്ട്. പിന്നെ നമ്മൾ ഭിന്നിച്ചേച്ചിന്റെ പൊന്നുമക്കളെ പറയുന്നതൊന്ന് കേൾക്കണേ. ഓ, നെവിനെ സപ്പോർട്ട് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നല്ലൊരു പ്ലെയർ ആണ് അവൻ. എന്താണ് ഇനി വരാൻ പോകുന്ന ടാസ്ക് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സീക്രട്ട് ഗെയിം കൊടുത്തപ്പോൾ പെട്ടെന്ന് സ്മെല് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അതേപോലെ ഓ അമ്മേ, എന്താണിത്? നെവിന് വേണ്ടി പണിയെടുക്കാൻ വന്നതാണ് ചേച്ചി, പുറത്തു വന്നത് അതിനാണ്. നെവിൻ എന്ന് പറയുന്ന വ്യക്തി എത്രയും പെട്ടെന്ന് ഔട്ടാവണം എന്ന് തന്നെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇവളെന്താ ആളുകളുടെ ജനവികാരം മനസ്സിലാക്കി പറയുന്നത് പോലെയുണ്ട്. പെട്ടെന്ന് മണത്തറയുന്നുണ്ടെങ്കിൽ വല്ല അപ്പടം പൊരിക്കുകയോ അല്ലെങ്കിൽ വല്ല മീൻ പൊരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് അവന് പെട്ടെന്ന് മണത്തറയാൻ കഴിയുള്ളൂ. അതെന്തോ ചക്ക വീണ് മുയൽ ചെത്ത് പറഞ്ഞതാണെന്ന് ഏത് വ്യക്തിക്കും മനസ്സിലാവുന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം, നല്ല സപ്പോർട്ടാണല്ല. നല്ല സ്മാർട്ടായിട്ട് കളിക്കാൻ അറിയാവുന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇനി അത് മനസ്സിലാക്കി നിൽക്കണം, കുറച്ച് അവൻ ചേഞ്ച് ചെയ്യണം ഫുഡിൽ നിന്ന് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഫിസിക്കൽ ടാസ്ക് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആളൊരു മൂലക്ക് ഇരുന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞത് കരയും.
അത്രയേ ഉള്ളൂ. അവൻ ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കണം. ഭക്ഷണത്തിൽ നിന്ന് ചത്താലും മാറൂല. അവൻ ഏറ്റവും പ്രിയം ഭക്ഷണം മാത്രമാണ് എന്നുള്ളതാണ്. ഏതൊരു കോണ്ടസ്റ്റന്റ് ഇവനോട് ഒരു ചോദ്യം ചോദിച്ചു, അതായത് നിന്റെ കയ്യിലുള്ള ഭക്ഷണം വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ഏയ് കൊടുക്കില്ല അല്ലേ എന്ന് പറഞ്ഞൊരു പോക്ക് പോയിട്ടുണ്ട്. അത്രക്ക് നല്ല മനുഷ്യനാണ്. ഭക്ഷണം പോലും ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത്. അതെന്തെങ്കിലൊക്കെ ആവട്ടെ. എന്തായാലും തിന്നാനായിട്ട് വന്നവനെ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആളുകളോ. കാര്യമായിട്ട് പറയാണ്, ഫിസിക്കലായിട്ടുള്ള ടഫ് ആയിട്ടുള്ള എന്ത് ഗെയിം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അനുമോളുടെ പോലെ പോലും ചെയ്യാൻ ഇയാളെ കൊണ്ട് കഴിയില്ല. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടതല്ലേ കട്ടെടുത്ത പാവക്കഥകള്. അതർവൈസ് ഹീസ് എ ഗുഡ് എന്റർടൈനർ ആണ്, പൊളിയാണ്. അവന്റെ ഡയലോഗ്സ്, അവന്റെ തഗ്, അല്ലെങ്കിൽ അവന്റെ ഗെയിം, ഇതെല്ലാം അടിപൊളിയാണ്. അവന്റെ തേങ്ങാക്കൊല, അവന്റെ കള്ളത്തരം, അവന്റെ ഏഷണി, അവന്റെ അസൂയ, അവന്റെ ജലസ്, അവന്റെ ഞാൻ പറയുന്നില്ല എന്റെ പൊന്നു പിന്നിമോളെ, നീ എവിടെ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നേ? നിവിനാണെങ്കിൽ ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഒരു ടൈമില്. ആ ഇഷ്ടം പോയി കിട്ടി. ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് മുതൽ അങ്ങോട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയ ആ സമയം മുതൽ ഞങ്ങൾക്ക് വെറുത്ത് തുടങ്ങി എന്നുള്ളതാണ്. ഇത് അനുമോൾ ഒരു ഭയങ്കര സംഭവം ഗെയിമറാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇവര് തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, നമുക്കത് വെറുപ്പാണ് എന്നുള്ളതാണ്. ഇപ്പൊ അനീഷും ആര്യനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കാണാം. അവർ രണ്ടുപേരും തുല്യരായിട്ടുള്ള ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളാണ് അല്ലെ. അപ്പൊ ആ മത്സരത്തിന്റെ അകത്ത് ആര്യൻ കാണിക്കുന്ന ലൂപ്പ് പോയിന്റുകളും മണ്ടത്തരങ്ങളും ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടും കാണിക്കുന്നു. നിങ്ങളുടെ വിഷയം അതല്ല, സോറി അനുമോളുടെയും നെവിന്റെ വിഷയം അങ്ങനെയല്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞും മാന്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവസരം കിട്ടിയാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം, വെറുത്ത് പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ പാട്ടാ ഗേൾസ് എന്ന് ഇയാൾ വിളിച്ചില്ലേ, ആ ഒരു ഗ്യാങ്ങും നമുക്ക് വെറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഗ്യാങ് ഒക്കെ പൊളിഞ്ഞൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തന്നെ ഗെയിം കുറച്ച് ശക്തമാവും. പക്ഷെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവരാരും നിൽക്കില്ല. ഇങ്ങനെ എനിക്കറിയില്ല, എല്ലാവരും ഇപ്പൊ ആദില നൂറിനെയൊക്കെ ഒരുപാട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് പുറത്തേക്കാ പോയത്? എനിക്ക് തോന്നുന്നു കൊല്ലം കൊട്ടാരക്കര ഭാഗത്തേക്കാണോ പോയത്? അല്ല, സപ്പോർട്ട് പറയാനും ചോദിച്ചതാണ്. ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആരുടെയും വീട്ടിൽ അങ്ങനെ ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അല്ലെ. നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു വിഷയം കൂടിയാണെന്നുള്ളതാണ്. അപ്പൊ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട്. ആരോ PR വർക്ക് ചെയ്യുന്ന വീഡിയോസ് മാത്രം ഇരുന്ന് കണ്ടിട്ടാണ് ഇപ്പൊ ഈ വന്ന് വർത്താനം പറയുന്നത്. കൊള്ളാം, എന്തായാലും തുടർന്നാട്ടെ. ലെസ്ബിയൻ കപ്പിൾസ് ആണെങ്കിൽ ആണെന്നുണ്ട്, അവരങ്ങനെയാണ് വന്നപ്പം അവർക്ക് ഉള്ള ഒരു നെഗറ്റീവ് എല്ലാം മാറി നല്ല പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ അത്ര ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു അക്സെപ്റ്റൻസ് നെവിനും ഉണ്ടാവണം. അതേപോലത്തെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായാൽ മതിയാ. അത് ഓൾറെഡി ഉണ്ടല്ലോ, വെറുപ്പാണല്ലോ എല്ലാവർക്കും, തീരെ ഇഷ്ടമല്ലല്ലോ. ആ ഒരു അക്സെപ്റ്റൻസ് എന്നോ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞേ? ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. എവിടെ ഇഷ്ടപ്പെടുന്നു? ഇനി ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെ തകർന്നില്ലാണ്ടാവുക ഈ ആദിലയുടെ സ്വഭാവം കാരണം. ആദിലയും നൂറയും പല തവണയായിട്ട് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ പരമാവധി ഉപയോഗിച്ച് ചണ്ടി പോലെ എടുത്ത് വലിച്ചെറിയുക, പരദൂഷണം, കളവ്, വൃത്തികേടുകൾ പറയുക, സെക്ഷൽ ടോക്ക് സംസാരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ശബ്ദം, ആ ഒരു കലപില കൂട്ടൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ആദിലയുടെ ആണെങ്കിൽ പറയും വേണ്ട കേട്ടോ. ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയുന്ന ആരാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ക്യൂട്ട്നെസ് ഉള്ളത് കൊണ്ട് കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് ക്യൂട്ട്നെസ് ആണ് ഇവർ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിനകത്ത് ഉണ്ടാവേണ്ടതായിട്ടുള്ള ക്യൂട്ട്നെസ് അതില്ലെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ്? അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പൊ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ ആളുകളൊക്കെ വെറുതെ അങ്ങ് ഒഴിവാക്കി തുടങ്ങി എന്നുള്ളതാണ്. അവർ നിരന്തരമായിട്ട് അവരുടെ ചാനൽ വഴി പറഞ്ഞ ഉമ്മയെ ഉപ്പയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ, ഇതിനകത്ത് പോയിട്ട് അത് മാറ്റി പറയുന്ന വാക്കുകൾ, അതിനെ ഇതും രണ്ടും കൂട്ടി വെക്കുമ്പോൾ തന്നെ ഇവരുടെ സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയണം. നെവിനെയും അതുപോലെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടോളാം, നീക്കി വെക്കേണ്ട ഭാഗത്തേക്ക്. കാരണം അത്രയും ടാലന്റഡ് ആണ്, നല്ലൊരു ഗെയിമറാണ്. അതിന്റെ ഉള്ളിലുള്ളതിൽ ജെന്യൂൻ ആയിട്ട് കളിക്കുന്ന, ഫെയർ ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമറാണ്. ഫെയർ ആയിട്ട് ആര്? നെവിന് സ്വന്തം കൂട്ടുകാരനെ നോമിനേഷനിൽ കൊണ്ടുപോയിടും, സ്വന്തം കൂട്ടുകാരന്റെ പോക്കറ്റിൽ നിന്ന് കട്ടെടുക്കും, ബാക്കിയുള്ള ആളുകൾക്ക് എടുത്തു വെച്ച ഭക്ഷണം കട്ട് തിന്നും. ഇതാണോ ഫെയർ ആയിട്ടുള്ള ഗെയിം? ഗെയിമിന്റെ അകത്ത് പോലും ചെയ്യുന്നത് ഫെയർ അല്ല, അൺഫെയർ തന്നെയാണെന്നുള്ളതാണ്. പല ഗെയിമിലും ആൾ ഔട്ട് ആവുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാ? ഫെയർ ആയിട്ട് കളിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. കട്ടെടുക്കുന്ന ഒരു പരിപാടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന നെവിനെയും ആദിലയും ഒരുമിച്ച് ഇടാൻ പറ്റും. അവർ ഒരുമിച്ച് കൃത്യമായിട്ട് അത് കട്ടെടുത്തോളും. അത്രയേ ഉള്ളൂ. ഫെയർ അത്ര അൺഫെയർ ഗെയിമറാണ്, വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റാണ്. കട്ടുകള്ളൻ എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, അത് കൃത്യമായിട്ട് ചാർത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവനെ കപ്പിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ഈ ഭിന്നിയുടെ മനോവികാരം എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും.
പി ആറിൻ്റെ കാര്യം ശക്തമായിട്ട് അവിടെ പറഞ്ഞതുകൊണ്ടാണ് ബിന്നി ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ എൻ്റെ അടുത്ത് എയർപോർട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് മീഡിയക്കാർ ചോദിച്ചിരുന്നു. എനിക്കത് തോന്നി. കുറെ ആളുകൾ അത് ചോദിച്ചിരുന്നു കേട്ടോ. അനുമോളുടെ പി ആറിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ബിന്നി ഔട്ടായത് എന്നുള്ളത്. സത്യത്തില് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, അത് വിഡ്ഢിത്തരാണ്. അങ്ങനെയല്ല. ഗെയിം കളിക്കാത്ത ആളുകളുടെ അസൂയയുള്ള കുശുമ്പ് കാണിച്ച് കട്ടപ്പ സ്വഭാവം കാണിച്ചതിന്റെ ഭാഗമായിട്ട് പുറത്തായതാണ്. അപ്പൊ ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ലേ? ഇനി ഇല്ലെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. പി ആർ അല്ലെങ്കിൽ കുറച്ച് പൈസ മുടക്കിയത് കൊണ്ട് മാത്രം ഒരാളെ ഔട്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കാനും മാത്രം മണ്ടന്മാരാണോ ജനങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വേറെ ഒന്നുമല്ല, പി ആർ ചെയ്യുന്ന അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പി ആർ ചെയ്യുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ലല്ലേ? ഓക്കെ, അതിനുള്ള മറുപടിയും തരാം. ഞാൻ പറഞ്ഞല്ലോ, അതായത് പി ആർ കൊടുത്തത് കൊണ്ടൊന്നല്ല ഞാൻ പുറത്തായത്, ജെനുവിൻ ആയിട്ട് തന്നെ പുറത്താക്കിയതാണ്. എന്റെ ഗെയിം വളരെ മോശമായിരുന്നു എന്നത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഞാൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും വെറുപ്പിക്കൽ ഉണ്ടാക്കിയതും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാതെ എന്നെ പുറത്താക്കിയതാണ്. സത്യമാണ്, പെർഫെക്റ്റ് ആണ്. അപ്പോ കറക്റ്റ് കാര്യങ്ങൾ അറിയാമല്ലോ, അതന്നെ വലിയ കാര്യം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ്, നമ്മൾ അവിടെ പറയുന്ന ഒരു കാര്യങ്ങൾ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുക, അതിന് സോഷ്യൽ മീഡിയയിൽ അതിനൊരു ഹൈപ്പ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് തൊഴിലായി മാറ്റിയിരിക്കുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്. ലൈക്ക് പെയ്ഡായിട്ട് പി ആർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ക്രിയേറ്റീവ് ലെവലായിട്ട് ഞാൻ കാണുന്നത്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് സാധനം ദാറ്റ്. ഓക്കെ, എന്ത് പണ്ടാറെങ്കിലാവട്ടെ. അതായത് എന്റെ പൊന്നുമോളെ, അപ്പൊ അത് അപ്രിഷിയേറ്റ് ആണെങ്കിൽ പിന്നെ എന്തുണ്ടൊക്കെയാണ് അനുമോള് പി ആർ കൊടുത്തിട്ടാണ്ട് വന്നത് 15 ലക്ഷം 16 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കണ്ട് അവിടെ ഇരുന്നിട്ട് ഒലത്തിയത്. ഇതൊക്കെ ഞങ്ങൾ കേട്ടതാണല്ലോ. ഇതൊരു പ്രശ്നമല്ല എങ്കിലും ഇത് നീ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ അതൊരു വിഷയമാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു വിഷയമാക്കി പറഞ്ഞ് ചർച്ചയാക്കിയ വ്യക്തിയാണ് പറയുന്നത് പി ആർ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നുള്ളത്. ഇനി വീണിടം വിഷ്ണു ലോകം കിടന്ന് ഉരുള്. പക്ഷെ ഒരാളെ ഹൈപ്പാക്കാനായിട്ട് ബാക്കിയുള്ളവരെ താറടിച്ച് കാണിക്കുക, അല്ലെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, പല കാര്യങ്ങളും കട്ട് ചെയ്ത് അതിൻ്റെ തംബ്നെയിൽസ് ഒക്കെ മാറ്റി വേറെ രീതിയിൽ ചിത്രീകരിച്ച് നല്ലതിനെ തേച്ചൊട്ടിച്ച് നെഗറ്റീവാക്കി ബാക്കിയുള്ളവരെ കരിവാരി തേച്ചിട്ട് നിങ്ങൾ പി ആർ വർക്ക് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു ജോലിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എത്തിക്സ് ഉണ്ട് അല്ലേ? ശരിയാണ്. എത്തിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലെ? എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണാവോ ഈശ്വര ഹാൻഡിലാവട്ടെ. ചൈന പടക്കം പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ. ചൈനയുടെ കാര്യം നമുക്കറിയാലോ. അപ്പൊ എന്താണ് പറഞ്ഞു വന്നത്? മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് ഇല്ലാവചനങ്ങൾ പറയരുത് എന്നുള്ളതാ. ഇത്രയും നാളായിട്ട് ഭിന്നയെ കുറിച്ച് ഇല്ലാവചനങ്ങൾ ഇവിടെയുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളാരും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് കണ്ട് വിലയിരുത്തി അതിന്റെ അകത്ത് നടക്കുന്ന കുത്തിത്തിരിപ്പുകളെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അതായത് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അത് അതേപോലെ ഒരു കണ്ണാടിയിൽ റിഫ്ലക്ഷൻ എന്ന പോലെയാണ് നമ്മളൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് കൂതറത്തരം, കുശുമ്പ്, അസൂയ, കുത്തിത്തിരിപ്പ്, ഈ 3 തരം കൂകളും ചേർന്നുകൊണ്ടാണ് നിങ്ങൾ അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാതായപ്പോൾ എടുത്ത് ആളുകൾ ദൂരെ കളഞ്ഞതാണ്. പി ആർ അല്ല എടുത്ത് ദൂരെ കളഞ്ഞതെന്ന് വ്യക്തമായിട്ട് അവർക്ക് തന്നെ മനസ്സിലായല്ലോ. ജനങ്ങൾക്ക് അവർ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് വലിയ കാര്യമായി. അപ്പം എല്ലാവരും എല്ലാം തികഞ്ഞവരെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം പറയും നീ അതിൻ്റെ അകത്ത് എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്, അങ്ങനെ എങ്ങനെയാന്ന് കമൻറ്റ് ചെയ്യാനായിട്ടുള്ളവർ വന്നോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാവില്ലല്ലോ, പരമാവധി റീച്ചിലേക്ക് എത്തുകയല്ലേ. എന്ത് പ്രശ്നം? ഇപ്പൊ തെറി കേട്ടാൽ ഇപ്പൊ നമുക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നീ അവിടെ എന്താ കാണിച്ചു കൂട്ടിയേ, അത് തന്നെയാണ് ഞങ്ങളൊക്കെ പുറത്തേക്കും കാണിച്ചത്. വേറൊന്നുമില്ല. എല്ലാം വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണിത് കണ്ണാടിയിൽ മുന്നിൽ തന്നെ പറഞ്ഞാൽ പോരെ, സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടണം. പക്ഷേ എന്ത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സത്യസന്ധതയുണ്ട്. അപ്പം നിങ്ങൾ ഒരാളെ ഹൈപ്പാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആക്കിക്കോളൂ, അത് നല്ലൊരു കാര്യമാണ്. പേയ്മെൻറ്റ് കിട്ടുന്നെങ്കിൽ ചെയ്തോളൂ, നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് വേറൊരാളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അവരുടെ വീട്ടുകാരെയും അവരുടെ ഭാവി തുലയ്ക്കുന്ന രീതിയിൽ കമൻസും ചീത്തയും തെറിയും ഒന്നും വിളിച്ചിട്ടാവരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് ബിഗ് ബോസ് റിലേറ്റഡ് മാത്രമല്ല, ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രവണതയാണ്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഊളത്തരം തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇങ്ങനെ ഒരു വിദ്വേഷം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പോയിട്ട് അവരുടെ വീട്ടുകാരെ തെറി വിളിക്കാതിരിക്കുക, വേണമെങ്കിൽ മാന്യമായ രീതിയിൽ അതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബിന്നി എന്ന് പറയുന്ന വ്യക്തി പി ആർ വർക്കിന്റെ ബലത്തിലല്ല പുറത്തു പോയിട്ടുള്ളത്. അതായത് അനുമോളുടെ പി ആർ അല്ല അവരെ പിടിച്ച് ദൂരെ കളഞ്ഞിട്ടുള്ളത്, ജെനുവിനായ ജനങ്ങളാണ് പുറത്താക്കിയത് എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട്. പിന്നെ അവരുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ്. നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് എന്തായാലും ഇപ്പൊ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വെറുപ്പിന്റെ അങ്ങേയറ്റാണ്. ഇത് ഫിൽട്ടർ ചെയ്ത് ഒരുപാട് ആളുകൾ അതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അവരെ മാറ്റുക തന്നെയാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തെങ്കിലും ദുഷ്ടത്തരം കാണിക്കുമ്പോൾ അത് നോക്കിയിരുന്ന് കഷ്ടപ്പെട്ട് അവർക്ക് വോട്ട് കൊടുക്കരുത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ള ആളുകളിലേക്ക് അത് തിരിക്കുക തന്നെ വേണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആള് എന്നുള്ള ഒരു കാര്യം ബിഗ് ബോസിനകത്ത് കുറെ സമയം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇപ്പൊ അനീഷിന് ഇഷ്ടമുള്ള ആളുകൾക്ക് നാളെ ഇഷ്ടം മാറ്റാം. ഇതിപ്പോ ഡൈ ഹാർഡ് ഫാനാണെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ഒരു വിഷയമല്ല. ഇവരവിടെ നിൽക്കുന്നിടത്തോളം കാലം അവരുടെ സാമ്പത്തിക നേട്ടം കൂടുക എന്നല്ലാതെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തുകൊണ്ടോ നിങ്ങൾ അവർക്ക് വേണ്ടി തല്ലുണ്ടാക്കിക്കൊണ്ടോ ഒന്നും നേടാനില്ല എന്നുള്ളതാണ്. നമുക്കത് കാണാം, ജസ്റ്റ് കാണാൻ ഒഴിവാക്കുക. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. അതല്ലാതെ ആർമികൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും ഇല്ലല്ലോ. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നെവിൻ ഒരു നല്ല പ്ലെയർ ഒന്നുമല്ല, വളരെ മോശം പ്ലെയർ ആയിട്ട് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷാനവാസിന്റെ മകൾ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം നെവിനെയാണ് എന്നുള്ളത്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും ഇപ്പൊ നെവിന്റെ വീഡിയോ കാണാൻ കഴിയാത്ത രീതിയിൽ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡിൽ ഏത് രീതിയിലൊക്കെയാണ് പുറത്തു വിടുന്നത് നമുക്കറിയില്ല. എന്തായാലും 24 ലൈവ് കാണുന്ന ഏതൊരു വ്യക്തിക്കും നെവിനോട് ഇപ്പൊ ഒരു ദേഷ്യം തോന്നി തുടങ്ങുന്നുണ്ട്. അത് കുറെ വെറുപ്പിക്കൽ കൊണ്ടാണ് എന്നുള്ള കാര്യം കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അത്ര തന്നെ അഖിൽമാരാർ പറഞ്ഞതുപോലെ ഇവനൊക്കെ എങ്ങനെയാണ് നമ്മൾ സഹിച്ചത് ഇത്രയും നാള്. തുടക്കത്തിൽ നന്നായത് കൊണ്ടാണ് എന്റെ പൊന്ന അഖിൽമാരാറെ. ഇപ്പോഴല്ല ആള് മോശമായി വന്നത്. എന്തായാലും മോശമായി കളിക്കുന്ന ആളുകളല്ല കപ്പടിക്കേണ്ടത്, നല്ല രീതിയിൽ കളിക്കേണ്ട ആളുകൾ തന്നെ കപ്പടിക്കണം. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.